ഹായ് വെൽക്കം ബാക്ക് ടു മാസ് ലേണിംഗ് ആപ്പ്. നമ്മൾ നോക്കാൻ പോകുന്നത് BEGLA 137 സെക്കൻഡ് ബ്ലോക്കിലുള്ള 4 ചാപ്റ്റേഴ്സാണ്. ചാപ്റ്റർ 5 സൗണ്ട് പാറ്റേൺസ്. ഈ സൗണ്ട് പാറ്റേൺസിൽ നമ്മൾ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ പോയട്രിയിൽ ചില സൗണ്ട് ഡിവൈസസുകൾ യൂസ് ചെയ്യും. അത് എന്തൊക്കെയാണ്? ലൈക്ക് റിതം, റൈം, അലിട്രേഷൻ, അസണൻസ് ആൻഡ് ഓണോമറ്റോഫിയ. അപ്പം അതെന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. റിതം എന്ന് പറയുന്നത് റിതം ഈസ് എ പാറ്റേൺ ഓഫ് ബീറ്റ്സ്. റിതം എന്ന് പറയുന്നത് സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും സിലബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ബീറ്റ്സ് ആണ്. ഒരു പോയട്രിയിൽ സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും ആയിട്ടുള്ള സിലബിൾസ് അടങ്ങിയിരിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ബീറ്റ്സിനെയാണ് റിതം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വണ്ടേർഡ് ലോൺലി ആസ് ക്ലൗഡ്. ഇവിടെ ഇൻ ദിസ് ഫോളോസ് എംബിക് റിതം. എംബിക് റിതം എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദ ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് സിലബസ്. സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും സിലബസും അടങ്ങിയിട്ടുള്ള റിതമാണിത്. ഐ വണ്ടേർഡ് ലോൺലി ആസ് ക്ലൗഡ്. ഇതൊന്നുകൂടെ വ്യക്തമാക്കി തരാം. എന്താണ് സ്ട്രോങ് സിലബൽ എന്താണെന്നും വീക്ക് സിലബൽസ് എന്താണെന്നും. സ്ട്രോങ് ഓർ സ്ട്രെസ്ഡ് സിലബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീസ് ആർ സിലബൽ ദാറ്റ് പ്രൊനൗൺസ് വിത്ത് മോർ എംഫസൈസ് ഓർ ലൗഡർ ദാൻ സ്പീക്കിംഗ്. ലൗഡർ വെൻ സ്പീക്കിംഗ്. ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് അക്ഷരങ്ങൾ എന്ന് പറയും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഊന്നൽ നൽകിക്കൊണ്ടും കുറച്ചുകൂടെ ശക്തി നൽകിക്കൊണ്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൗഡറായിട്ട് നമ്മൾ പറയുന്ന അക്ഷരങ്ങളെയാണ് സ്ട്രോങ് സിലബൽ എന്ന് പറയുന്നത്. ദ ക്യാരി ദ മെയിൻ ഫോക്കസ് ഓഫ് ദ വേർഡ് ഓർ ലൈൻ. നമ്മൾ ആ ലൈനിൻ്റെ ആ ഒരു അക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അതിനോട്ടായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ് പോവുക. എക്സാമ്പിൾ ഇൻ ദ വേർഡ് ടേബിൾ ദ ഫസ്റ്റ് സിലബിൾ TA സ്ട്രെസ്ഡ്, സോ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് സിലബിൾ. ഇവിടെ നമ്മൾ ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിൾ കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആണ്, കുറച്ചുകൂടെ ഊന്നൽ നൽകിക്കൊണ്ട് കുറച്ച് കട്ടി കൊടുത്ത് നമ്മൾ ടേബിളിൻ്റെ TA ആണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ലൗഡായിട്ട് പുറത്ത് വരുന്നത്. അപ്പം TA എന്നുള്ളത് എന്താണ്? സ്ട്രെസ്ഡ് സിലബിളാണ്, സ്ട്രോങ് സിലബിളാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന സ്ട്രോങ് സിലബിളിൻ്റെ ഒരു എക്സാമ്പിളാണ് ടേബിളിലുള്ള TA. അടുത്ത വീക്ക് ഓർ അൺസ്ട്രെസ്ഡ് സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, അധികം ശക്തിയൊന്നും കൊടുക്കാതെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും. ദേ ആർ ഓഫൻ ക്യൂക്കർ ആൻഡ് ക്വയറ്റർ കമ്പയർഡ് ടു സ്ട്രോങ് സിലബിൾ. എക്സാമ്പിൾ എന്താണ്? ടേബിളിൽ BL തന്നെയാണ്. ടേബിളിൽ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ TA ആണ് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ. അപ്പം BL കുറച്ചുകൂടെ സൈലൻ്റ്, കുറച്ചുകൂടെ ക്വയറ്ററാണ്, കുറച്ച് സോഫ്റ്റാണ്. അപ്പം BLE ബിൾ എന്നുള്ളത് അൺസ്ട്രെസ്ഡ് സിലബിളാണ് അല്ലെങ്കിൽ വീക്ക് സിലബിളാണ്. ടേബിൾ എന്ന് പറയുന്ന TA സ്ട്രെസ്ഡും BLE എന്ന് പറയുന്ന ബിൾ എന്നുള്ളത് അൺസ്ട്രെസ്ഡുമാണ്. ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടൈപ്പ് ഓഫ് റിതം. എംബിക് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബിക് ആണെന്ന് തോന്നുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ദ സ്ട്രെസ്ഡ് സിലബിൾ. അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിൾസ് അക്ഷരങ്ങൾ സ്ട്രെസ്ഡ് സിലബിളിനെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഇതിനെയാണ് എംബിക് മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ബി ഹോൾഡ് ദ വാൽ. ഇവിടെ ബി ഹോൾഡ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സ്ട്രെസ് വരുമ്പം ബി എന്ന് പറയുന്നത് അൺസ്ട്രെസ്ഡ് ആണ് അല്ലെങ്കിൽ വീക്ക് സിലബിളാണ്. അപ്പം ബി ഹോൾഡ് ദ വാലി. അപ്പം അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിളിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന സ്ട്രെസ്ഡ് സിലബിൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെസ് ഉള്ളതാണ്. അപ്പം ഇതിനാണ് എംബിക് മീറ്റർ എന്ന് പറയുന്നത്. അടുത്ത് ടൊറാക്കൈക് മീറ്റർ. സ്റ്റാർട്ട് വിത്ത് സ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ അൺസ്ട്രെസ്ഡ്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രെസ്ഡ് സിലബിളായിരിക്കും, അതിനെ ഫോളോ ചെയ്തിട്ട് അൺസ്ട്രെസ്ഡ് സിലബിളും ഉണ്ടാവും. ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ടേബിളിൻ്റെ TA സ്ട്രെസ്ഡ് ആണ്. BL ബിൾ എന്നുള്ളത് അൺസ്ട്രെസ്ഡ് ആണ്. അടുത്ത റൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിൻ്റെയോ അല്ലെങ്കിൽ ലൈൻസിൻ്റെ നമ്മുടെ ലൈൻസിൻ്റെ എൻഡിലുള്ള വേർഡ്സുകൾ സിമിലർ സൗണ്ട്സ് വരുന്നതാണ്. സിമിലറായിട്ട് വരുന്നതാണ് റൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ദ മൂൺ ഈസ് ഹൈ, ദ സ്റ്റാർ ആർ നൈ. കേൾക്കുമ്പം ഒരുപോലെയാണ് കേൾക്കാൻ. ദ വേർഡ് ഹൈ ആൻഡ് നൈ റൈമാണ്. എഫക്റ്റ് ഓഫ് റൈം ഒന്നുകൂടെ നമുക്ക് സൗണ്ട്സ് പ്ലസൻ്റ് ആവുന്നതിനും ഈസി ടു റിമെമ്പർ ആൻഡ് ഒരു പോയം ഒരു സ്ട്രക്ചറായിട്ട് കിട്ടുകയും ചെയ്യും. റൈമിൻ്റെ എക്സാമ്പിൾസ് വെൻ യു ആർ ഓൾഡ് ആൻഡ് ഗ്രേ ആൻഡ് ഫുൾ ഓഫ് സ്ലീപ്പ് ആൻഡ് നോഡിങ് ബൈ ഫയർ ടേക്ക് ഡൗൺ ദിസ് ബുക്ക്. The word sleep and book rhyme, showing pattern of
എ ബി ഓർ അബാബ് റൈം. അബാബ് റൈം എന്നാണോ എന്ന് സംശയമുണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയുന്നത് അടുത്തടുത്ത് വരുന്ന രണ്ട് അക്ഷരം അടുത്തടുത്ത് വരുന്ന എന്താണ് വേർഡ്സുകളിൽ സ്റ്റാർട്ടിങ് വേർഡ്സിൻ്റെ റിപ്പീറ്റേഷനാണ്. അടുത്തടുത്ത് വരുന്ന രണ്ട് വേർഡുകളുടെ സ്റ്റാർട്ടിങ് സൗണ്ട് റിപ്പീറ്റേഷനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ ഫെയർ ബ്രീസ് ബ്ലൂ, ദ വൈറ്റ് ഫോം ഫ്ലൂ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കുറച്ചുകൂടെ ക്യാച്ചി ആവാനും മ്യൂസിക്കൽ ആവാനാണ് അലിട്രേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത അസോണൻസ്. അസോണൻസ് എന്ന് പറഞ്ഞാൽ വവ്വൽ വേർഡ്സ്, അടുത്തടുത്ത് വരുന്ന വാക്കുകളിൽ വവ്വൽസ് വേർഡിൻ്റെ റിപ്പീറ്റേഷനാണ് അസോണൻസ് എന്ന് പറയുന്നത്. ഇവിടെയുണ്ട്, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ മെയ് മൗത്ത് ഫ്ലാപ്സ്, മെയ് മന്ത് ഫ്ലാപ്സ്, ഇറ്റ് ഈസ് ഗ്ലാഡ് ഗ്രീൻ ലീവ്സ് ലൈക്ക് വിങ്സ്. ഇവിടെ ദ ലോങ് എ സൗണ്ട് ഇൻ മെയ് ആൻഡ് ഫ്ലാപ്സ് റിപ്പീറ്റ് മേക്കിംഗ് സൗണ്ട് സ്മൂത്ത്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? മ്യൂസിക്കൽ ക്വാളിറ്റിയാണ്, പോയത്തിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റി കൊണ്ടുവരുന്നതിനാണ്. അടുത്ത് ഓണോമറ്റോഫിയ യൂസ് ചെയ്യുന്നതിനാണ്. ഓണോമറ്റോഫിയ ഈസ് എ വെൻ വേർഡ് സൗണ്ട് ലൈക്ക് തിങ് ദേ ഡിസ്ക്രൈബ്. എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ സാധനത്തിൻ്റെ സൗണ്ട് അതിനെ അത് എന്ത് ചെയ്യുന്നു? റെപ്രസെൻ്റ് ചെയ്യുന്നു. when the word sound like the thing they describe. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ സൗണ്ട് തന്നെയായിരിക്കും അതിന് വരിക. എക്സാമ്പിൾ, ദ ബുസ് ഓഫ് ദ ബീസ് വാസ് ലൗഡ്. ഇവിടെ ബുസ് ഇമിറ്റേറ്റ് ദ ആക്ച്വൽ സൗണ്ട് ഓഫ് ദ ബീ. ബീൻ്റെ തേനീച്ചയുടെ ആക്ച്വൽ സൗണ്ടിനെയാണ് ബുസ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയൽ ആൻഡ് വിവിഡ് ഫീൽ വരാനാണ്. ഈ ചാപ്റ്ററിന് ഇത്രയൊക്കെയാണുള്ളത്. അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് യൂണിറ്റ് 6. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഐഡിയാസ് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൽ വരുന്ന കോമൺ ഫിഗർ ഓഫ് സ്പീച്ച് സിമിൽ എന്നാണ് തോന്നുന്നു ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ. സിമിലെ കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. ഇവിടെ പറയുന്ന രണ്ട് കാര്യത്തെ ലൈക്കും ആസും വെച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലെ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലിറ്റിൽ വൈറ്റ് ഫീറ്റ് നോട്ട് ലൈക്ക് വൈറ്റ് ഫ്ലവർ ഇൻ എ വിൻഡ്. ഇവിടെ പറയുന്നത് കുഞ്ഞു കാലുകൾ നോട്ട് ചെയ്തു ഏതുപോലെ? വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ വിൻഡ്, കാറ്റിനകത്ത് വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ വിൻഡ്. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? ബേബിയുടെ ഫീറ്റ് മൂവ് ചെയ്യുന്നത് എന്തുപോലെയാണ്? ഫ്ലവേഴ്സ് വിൻഡിൽ സ്വയിങ് പോലെയാണ്. അപ്പം ഈ രണ്ട് തിങ്സിനെ ലൈക്ക് വെച്ചിട്ട് ഇവിടെ കമ്പയർ ചെയ്യാണ്. അടുത്ത കൂൾ ആസ് സിറിങ്ക ബഡ്സ് ഈസ് മോർണിംഗ് hours. The baby's feet are as cool as fresh iliac buds. ഇവിടെ ആസ് വെച്ചിട്ടാണ് ബേബി ഫീറ്റിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. അടുത്ത മെറ്റഫർ യൂസ് ചെയ്യുന്നത് കമ്പയർ ടു തിങ്സ് ഡയറക്ട്ലി വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ഇവിടെ ലൈക്കോ ആസോ യൂസ് ചെയ്ത രണ്ട് തിങ്സിനെ ഡയറക്ട്ലി കമ്പാരിസൺ നടത്തുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ്, ദ റിവർ സ്നേക്സ് ഇറ്റ്സ് വേ ത്രൂ ദ മൗണ്ടെയിൻ. ഇവിടെ പറയുന്നത് റിവർ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്നേക്കിനെ പോലെ ടേൺ ചെയ്യാണ്. ഇവിടെ ലൈക്കോ ആസോ ഒന്ന് യൂസ് ചെയ്ത് അതിനെ ഡയറക്റ്റ് എന്ത് ചെയ്തു? കമ്പാരിസൺ നടത്തി, സ്നേക്ക് വെച്ചിട്ട് കമ്പാരിസൺ നടത്തി റിവർ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്നേക്കിനെ പോലെ ടേൺ ചെയ്യുകയാണെന്നുള്ളത്. ഹിസ് ഗ്രീറ്റിംഗ് വാസ് എ വിൻട്രി ഗ്രീറ്റിംഗ്. ഇവിടെ പറയുന്നത് ഹിസ് ഗ്രീറ്റിംഗ് വാസ് കോൾഡ് ആൻഡ് അൺവെൽക്കമിങ്. അടുത്തത് എക്സ്റ്റെൻഡഡ് മെറ്റഫോർ.
A metaphor that continues for several lines or throughout the whole text. മെറ്റഫർ ഒന്നെങ്കിൽ സെവർ ലൈൻസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഹോൾ ടെക്സ്റ്റിൽ മുഴുവനായിട്ടും മെറ്റഫർ ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഐ റിമെമ്പർ ലൈങ് ഓൺ മൈ ബാക്ക് വാച്ചിങ് ക്ലൗഡ്സ് റോ അപ്പോൺ റോ ഓഫ് ഫാക്ടറി പെർഫെക്റ്റ് മോഡൽ ഡ്രിഫ്റ്റഡ് അലോങ് ദ അസംബ്ലി ലൈൻ. ഇവിടെ പറയുന്നത് ക്ലൗഡ്സ് ആർ കമ്പയർഡ് ടു ഒബ്ജക്റ്റ് ഓൺ എ അസംബ്ലി ലൈൻ. ക്ലൗഡ്സിന് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ടു ഒബ്ജക്റ്റ് ഓൺ എ അസംബ്ലി ലൈൻ. അടുത്ത മിക്സ്ഡ് മെറ്റഫർ. മിക്സ്ഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ടു ഡിഫറെൻറ്റ് മെറ്റഫേഴ്സ് മിക്സ്ഡ് ആൻഡ് ദേ ഡു നോട്ട് റിയലി ഫിറ്റ് ടുഗെദർ. രണ്ട് ഡിഫറെൻറ്റ് മെറ്റഫർ മിക്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഒരിക്കലും ദേ ഡോണ്ട് റിയലി ഫിറ്റ് ടുഗെദർ. എക്സാമ്പിൾ ടു ബി എ വെൽ ഓയിൽഡ് കോക്ക് ഇൻ ദ ബിഹൈവ് ഓഫ് ഇൻഡസ്ട്രി. ഇവിടെ പറയുന്നത് മിക്സിങ് മെഷീൻ ആൻഡ് നേച്ചറിനും ഇമാജിനറിയെയും മെഷീനെയും മിക്സ് ചെയ്തിട്ടുള്ളൊരു ലൈനാണ്. അത് നമ്മൾ റീഡേഴ്സിനെ കൺഫ്യൂസ് ചെയ്യും. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ് ഇവിടെ. അടുത്ത സിനിഡോക്ക് പ്രൊണൗൺസിയേഷൻ ഡൗട്ട് ഉണ്ട്. സിനിക്കോഡോക്ക് എന്നാണോ എന്ന് ഉറപ്പില്ല. സിൻക്ഡോക്ക് ആയിരിക്കാം, അറിയില്ല. എ പാർട്ട് ഓഫ് സംതിങ് യൂസ് ടു റെപ്രസെൻറ്റ് ദ വോൾ ഓർ ദ ഹോൾ റെപ്രസെൻറ്റ് ദ പാർട്ട്. അല്ലെങ്കിൽ ഒരു ഭാഗം മുഴുവൻ കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു ചെറിയൊരു പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെയാണ് സിൻക്ഡോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഇത് യൂസ് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്യാൻ, സ്പെസിഫിക് പാർട്ടിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹാസ് മൈക്ക് ഗോട്ട് വീൽസ്. ഇവിടെ വീൽസ് എന്ന് പറയുന്നത് കാറിനെയാണ്. വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ സ്കേർട്ട്. ഇവിടെ സ്കേർട്ടിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കേർട്ട് വുമൺ വിയറിങ് ഇറ്റ്. വുമൺസ് വിയർ ചെയ്യുന്ന പാവാടയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത മെറ്റണോമി. മെറ്റണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് സംതിങ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ തിങ് യു മീൻ ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് തിങ്സ് ഇറ്റ് സെൽഫ്. നമ്മളൊരു കാര്യം പറയുന്നതിനെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം പറയുക. അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ എന്തിനാണോ മീൻ ചെയ്യുന്നത് അത് ഡയറക്റ്റ് പറയാതെ അതുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെ വെച്ചിട്ട് സംസാരിക്കുന്നതിനെയാണ് മെറ്റണോമി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഷോർട്ടയും സ്ട്രെങ്തൻ എക്സ്പ്രഷനും നൽകുന്നു. എക്സാമ്പിൾസ് ഐ റീഡ് ഷേക്സ്പിയർ. റീഡ് ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ബുക്സ് നമ്മളല്ലെങ്കിൽ പ്ലേ നമ്മൾ വായിച്ചിട്ടുണ്ടെന്നാണ്. അല്ലാണ്ട് ഷേക്സ്പിയർ എന്ന പേഴ്സണെ നമ്മൾ വായിച്ചു എന്നല്ല അതിനർത്ഥം. അതുപോലെ ദ ക്രൗൺ വിൽ ഡിസൈഡ്. ദ ക്രൗൺ വിൽ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ ദ ക്രൗൺ സ്റ്റാൻഡ് ഫോർ ദ ഗവൺമെൻറ് ഓർ മൊണാർക്കി എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കുക, ആ കാര്യത്തെ ഡയറക്റ്റ് പറയുന്നതിന് പകരം. അതാണ് മെറ്റണോമി എന്ന് പറയുന്നത്. അടുത്ത പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ക്വാളിറ്റീസ് നോൺ ഹ്യൂമൻ തിങ്സിന് അല്ലെങ്കിൽ ഐഡിയാസിന് നൽകുക. പർപ്പസ് എന്ന് പറയുന്നത് ടു മേക്ക് തിങ്ക് ഫീൽ മോർ അലൈവ് ആൻഡ് റിലേറ്റബിൾ. എക്സാമ്പിൾ ബിസി ഓൾഡ് ഫുൾ അൺറൂളി സൺ. ഇവിടെ പോലെ സണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ബീങ് ഫൂളിഷ് ആൻഡ് അനോയിങ്. ഈ രണ്ട് വിശേഷണവും ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്. അതൊരിക്കലും നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള സണ്ണിനില്ല, പക്ഷേ ഹ്യൂമൻ ക്വാളിറ്റീസുകൾ സണ്ണിന് നൽകിക്കൊണ്ടുള്ള ഒരു ലൈനാണിത്. അടുത്ത യൂണിറ്റ് 7 ഫിഗർ ഓഫ് സ്പീച്ച്. അതിൽ വരുന്ന ഐറണി, സ്റ്റെയർ, പാരഡോക്സ്, ആൻറ്റിതെസിസ്. ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമോ എന്തെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തോ കാര്യങ്ങൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ മീൻ ചെയ്യുന്നതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഐറണി ഹാപ്പൻസ് വെൻ സംതിങ് ഈസ് സെഡ് ഓർ എക്സ്പെക്റ്റഡ് ബട്ട് ദ ഓപ്പോസിറ്റ് ഹാപ്പൻസ് ഓർ മെൻറ്റ്. ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തോ കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ അത് മെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഐറണി എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഐറണി, വെർബൽ ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിങ് വൺ തിങ് ബട്ട് മീനിങ് ദ ഓപ്പോസിറ്റ്. നമ്മളൊരു കാര്യം പറയും, പക്ഷെ നമ്മളൊരു കാര്യം പറയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ അർത്ഥമാക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ പറയുന്ന ഒരു വാക്കും പ്രവൃത്തി ഒന്നും പറയുന്നില്ലേ, അതുപോലെയാണ് വെർബൽ ഐറണി. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൈഡ് ആൻഡ് പ്രജുഡൈസിൽ മിസ്റ്റർ ബെനറ്റ് സർക്കാസ്റ്റിക്കലി സേ ഹി എഗ്രീസ് വിത്ത് ഹിസ് വൈഫ്സ് വറീസ്. ഇവിടെ പ്രൈഡ് ആൻഡ് പ്രജുഡൈസിൽ മിസ്റ്റർ ബെനറ്റ്
തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. അയാളുടെ വൈഫിൻ്റെ വറീസിനെ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അയാളതിന് കെയർ പോലും ചെയ്യുന്നില്ല. സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞാൽ വെൻ വാട്ട് ഹാപ്പൻസ് ഇസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് വാട്ട് വി എക്സ്പെക്ട്. സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റായിട്ട് നടക്കുന്നതിനെയാണ് സിറ്റുവേഷണൽ ഐറണി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്ന് പറഞ്ഞ കഥയിൽ ക്യാരക്ടേഴ്സ് അവരുടെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ വിറ്റിട്ട് അവർക്ക് പരസ്പരം ഗിഫ്റ്റുകൾ വാങ്ങണം. പക്ഷെ ആ ഗിഫ്റ്റ് ഒരിക്കൽ പോലും രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റാതെ യൂസ്ലെസ് ആയി മാറുകയും അവരുടെ സാക്രിഫൈസ് ഒരു ഉപകാരപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് നടക്കുന്നതിനാണ് സിറ്റുവേഷണൽ ഐറണി എന്ന് പറയുന്നത്. അടുത്ത ഐറണി ഇൻ സെറ്റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വിഡ്ഢിത്തരത്തിനോ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും അനീതിക്കെതിരെയോ അല്ലെങ്കിൽ വിഡ്ഢിത്തരത്തിനെതിരെയോ പറയുന്ന എന്താണ് അതിനെതിരെ ഹ്യൂമർലി ആയിട്ട് എന്താണ് അതിന് പറയാന്ന് പറഞ്ഞാൽ സെറ്റയർ ആക്ഷേപഹാസ്യം എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ കുത്തുവാക്ക്, ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയും. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നയോ അല്ലെങ്കിൽ വിഡ്ഢിത്തരത്തിനെതിരായിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് ഐറണി സറ്റയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ജോണത്തൻ സ്വിഫ്റ്റ് എ മോഡസ്റ്റ് പ്രൊപ്പോസലിൽ പറയുന്നുണ്ട്, സ്വിഫ്റ്റ് സജസ്റ്റ് ദ ക്രൂവൽ ഐഡിയ ഓഫ് ഈറ്റിംഗ് ബേബീസ് ടു ഫിക്സ് പോവർട്ടി യൂസിങ് എക്സ്ട്രീം ഐറണി ടു ക്രിറ്റിസൈസ് ഹൗ പീപ്പിൾ ഇഗ്നോർ ദ സഫറിങ് ഓഫ് ദ പുവർ. ഇവിടെ ജോണത്തൻ സ്വിഫ്റ്റ്സിൽ എ മോഡസ്റ്റ് പ്രൊപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് സ്വിഫ്റ്റ് സജസ്റ്റാണ് ദ ക്രൂവൽ ഐഡിയ ഓഫ് ഈറ്റിംഗ് ബേബീസ് ടു ഫിക്സ് പോവർട്ടി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈറ്റിംഗ് ബേബീസ്, ഐഡിയ ഓഫ് ഈറ്റിംഗ് ബേബീസ്, ക്രൂവൽ ഐഡിയ ഓഫ് ഈറ്റിംഗ് ബേബീസ്. ഇതിനെ എന്തിനാണ് പറയുന്നത്? യൂസിങ് എക്സ്ട്രീം ഐറണി ടു, നമ്മൾ എക്സ്ട്രീം ഐറണി യൂസ് ചെയ്യാണ്. എന്തിനാണ്? പീപ്പിളിനെ ക്രിറ്റിസൈസ് ചെയ്തതിന് വേണ്ടി. എന്തിന്? അവർ പുവർ പീപ്പിളിൻ്റെ സഫറിങ്സ് ഇഗ്നോർ ചെയ്യുന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രീം ഐറണി വേർഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സീം കോൺട്രഡക്ടറി ബട്ട് റിവീൽ ഡീപ്പർ ട്രൂത്ത്. ഇവിടെ പറയുന്നത് രണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് നമ്മൾ എന്താണ് കുറച്ചുകൂടെ ഡീപ്പർ ട്രൂത്ത് ഇത് റിവീൽ ചെയ്യാണ്. വിരോധാഭാസം എന്നതിനെ പറയും. പാരഡോക്സ് എന്ന് പറയുന്നതിന് വിരോധാഭാസം. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയും എന്നാൽ അതിലൂടെ കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള ട്രൂത്ത് റിവീൽ ചെയ്യുകയും ചെയ്യുന്നു. എക്സാമ്പിൾ, എ സോൾജർ കോൾ ഹിസ് എനിമി എ ന്യൂ മിസ്ട്രസ്. സോൾജർ അയാളുടെ പുതിയ എനിമി എന്ന് വിളിക്കുന്നു ന്യൂ മിസ്ട്രസ്. ആസ് ഹി ലീവ് ഹിസ് ലവർ ടു ഫൈറ്റ്. അയാളെ ലവറിനെ വിട്ടുകൊണ്ട് അയാൾ ഫൈറ്റിന് പോകുന്നു. അപ്പം അയാളെ പുതിയ എനിമി അയാൾ വിളിക്കുന്നു ന്യൂ മിസ്ട്രസ് എന്നാണ്. ഇവിടെ പറയുന്നത് പാരഡോക്സ് ഹൈലൈറ്റ്സ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഡ്യൂട്ടി. ഇവിടെ പറയുന്നത് എന്താണ് പാരഡോക്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഈ സോൾജറിൻ്റെ ലവിനെയും ഡ്യൂട്ടിനെയാണ്, അതിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. കാരണം അയാൾ യുദ്ധത്തിന് വേണ്ടി അയാളുടെ ലവറിനെ വിട്ട് അയാൾ യുദ്ധത്തിന് പോവുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഡ്യൂട്ടി. അയാളുടെ ഡ്യൂട്ടിനെയും ലവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അടുത്തത് ആൻറ്റിതെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് വെൻ ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ആർ പ്ലേസ് ടുഗെദർ ടു ഷോ കോൺട്രാസ്റ്റ്. രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരുമിച്ച് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് വെൻ ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ആൻഡ് ആർ പ്ലേസ്ഡ് ടുഗെദർ ടു ഷോ കോൺട്രാസ്റ്റ്. രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് ഒരുമിച്ച് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കുക അല്ലെങ്കിൽ ഭേദം കാട്ടുക എന്നൊക്കെ പറയും എക്സാക്റ്റ് മീനിങ് മലയാളത്തിൽ.
എക്സാമ്പിൾസ് മൈ വേർഡ് ഫ്ലൈ അപ്പ് മൈ തോട്ട്സ് റിമൈൻ ബിലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കൂല എൻ്റെ ഇവിടെ കോൺട്രാസ്റ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് സെയ്ഡ് വേഴ്സസ് വാട്ട് ഈസ് തോട്ട്. എന്താണ് പറയുന്നത്, എൻ്റെ പറയുന്നതും എൻ്റെ ചിന്തയും തമ്മിൽ യാതൊരു ബന്ധമില്ല. രണ്ടും രണ്ട്. എൻ്റെ വാക്കുകളൊക്കെ ഭയങ്കര ഹൈ ആണെങ്കിലും എൻ്റെ ചിന്തകളെപ്പോഴും വ്യത്യസ്തമാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ വരുന്നതാണ് മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് മൈ തോട്ട്സ് റിമൈൻ ബിലോ. The prodigal robs his hair, the miser robs himself. Contrast reckless spender versus stingy saver. രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണിച്ചു തരികയാണ്. രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളെ ഒരുമിച്ച് വെച്ചുകൊണ്ട് നമ്മൾക്കൊരു അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നതിനെയാണ് ആൻറ്റിതെസിസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾസ് തന്നെ കൊടുത്തിട്ടുണ്ട്. റെക്ലെസ് സ്പെൻഡറേയും ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയും സ്റ്റിങ്കി സേവറിനെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ലൈനിൽ ദ പ്രോഡിഗൽ റോബ് ഹിസ് ഹെയർ, ദ മൈസർ റോബ്സ് ഹിംസെൽഫ്. റെക്ലെസ് സ്പെൻഡർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന വ്യക്തി, ഒരുപാട് പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ. സ്റ്റിങ്കി സേവർ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. അടുത്ത യൂണിറ്റ് 8 ഫിഗർ ഓഫ് സ്പീച്ചിൽ അലിഗറി അല്ലെങ്കിൽ അലിഗറീസ്, സിംബോളിസം, ഇമേജിനറി. അലിഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an allegory is a story where a characters, event or settings represent deeper meaning or ideas often teaching lessons about life or society. ഇവിടെ പറയുന്നത് അലിഗറി എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സോ ഇവൻറ്റ്സോ സെറ്റിങ്സോ എന്ത് ചെയ്യുന്ന ഒരു ഡീപ്പർ മീനിങ് ഓർ ഐഡിയാസ് നമ്മളൊരു പാഠം പഠിപ്പിക്കുക എന്നൊക്കെ പറയും. നമുക്കൊരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്നൊക്കെ പറയുന്നില്ല, അത്തരത്തിലുള്ളതിനെയാണ് അലിഗറി എന്ന് പറയുന്നത്. നമ്മളൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടാകും. ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം ഉണ്ടാവുക എന്ന് പറയും, ഗുണപാഠം കിട്ടുക എന്നൊക്കെ പറയുന്നില്ലേ, കഥയിലുള്ള ഗുണപാഠം എന്നൊക്കെ പറയുന്നതിനാണ് അലിഗറി എന്ന് പറയുന്നത്. അലിഗറി യൂഷ്വലി യു ഹാവ് എ മോറൽ ഓർ ലെസൺ, മോറലോ അല്ലെങ്കിൽ ലെസണോ അതിനകത്ത് ഉണ്ടാകും. ലൈക്ക് എക്സ്റ്റെൻഡഡ് മെറ്റഫോർ. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പിലിഗ്രിംസ് പ്രോഗ്രസ് ബൈ ജോൺ ബുന്യാൻ്റെ ദ പിലിഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ളതിൽ ക്രിസ്ത്യൻസ് ജേർണി റെപ്രസെൻറ്റ് പേഴ്സൺസ് പാത്ത് ഓഫ് സാൽവേഷൻ. ഇവിടെ എന്ത് ലെസണാണ് നൽകുന്നത്? സാൽവേഷനാണ്, രക്ഷയാണ്. ഈ ബുക്കിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അടുത്തത് സീ ടേർട്ടിൽ ആൻഡ് ഷാർക്ക് എന്ന ബൈ മെൽവിൻ ബി ടോൾസൺ. മെൽവിൻ്റെ ബുക്കായിട്ടുള്ളത് സീ ടേർട്ടിൽ ആൻഡ് ഷാർക്കിൽ എന്നുള്ള അതിൽ എന്താണ് ഗുണപാഠം വരുന്നത്? അതിനകത്ത് വരുന്നത് ബ്ലാക്ക് അമേരിക്കൻസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഒപ്രഷൻ. ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ എതിരെയുള്ള അവരുടെ ഫൈറ്റിങ്ങിനെയാണ് ഈ ബുക്കിനകത്ത് നൽകിയിരിക്കുന്ന ഒരു പാഠം പോലെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത്തരത്തിലുള്ള നമുക്കൊരു മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ എന്താണ് ഗുണപാഠം നൽകുക അല്ലെങ്കിൽ ലെസൺസ് നൽകുക, അത്തരത്തിലുള്ളതിനെയാണ് അലിഗറി എന്ന് പറയുന്നത്. സിംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിംബിൾ ഇസ് സംതിങ് സ്റ്റാൻഡ് ഫോർ സംതിങ് ലാർജർ ഓർ മോർ അബ്സ്ട്രാക്ട് ലൈക്ക് ആൻ ഐഡിയ ഓർ കൺസെപ്റ്റ്. ചില കാര്യങ്ങൾ നമ്മൾ എക്സാക്റ്റ് മീനിങ് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാൽ കൂടെ നമ്മളൊരു കാര്യത്തിന് സിമ്പിളായിട്ട് വെച്ചുകൊണ്ട് നമ്മളതിനെ ചില കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എ വൈറ്റ് റോസ് ബൈ ജോൺ ബോയൽ. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള വൈറ്റ് റോസിൽ റെഡ് റോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാഷനെയാണ്, വൈറ്റ് റോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലവ് ആയിട്ടാണ്. ക്രീം ആൻഡ് വൈറ്റ് റോസ് ബഡിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്യോർ ഇന്നസെൻ്റ് ലവ് ആയിട്ടാണ് അതിനകത്ത് ഇതിനൊക്കെ സിംബോളിസൈസ് ചെയ്യുന്നത്. അടുത്ത മൈ പ്രിറ്റി റോസ് ട്രീ ബൈ വില്യം ബ്ലേക്ക്. ഇതിനകത്ത് ദ റോസ് റോസിന് എന്താണ് സിംബോളിസൈസ് ചെയ്യുന്നത്? ടെംപ്റ്റേഷൻ ഓർ ഡിസയർ. ടെംപ്റ്റേഷൻ ഡിസയറോ ആയിട്ടാണ് ഇതിന് പ്രതിനിധീകരിക്കുന്നത് റോസിനെ. എന്നാൽ റോസ് എന്ന വേർഡിനെ ദ മാൻസ് ഓൺ റോസ് ട്രീ എന്ന വാക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കമ്മിറ്റ്മെൻറ്റ് ടു ഹിസ് വൈഫ്. അയാൾ വൈഫായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് റോസ് ട്രീ കൊണ്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫോറസ്റ്റ്. ഇതിൽ 2 റോഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിംബോളൈസ് ചെയ്യുന്നത് എന്താണ്, സിംബോളൈസ് ചെയ്യുന്നത് എന്താണ്, ലൈഫ് ചോയ്സസ്, വ്യക്തികളുടെ ലൈഫ് ചോയ്സിനെയാണ് 2 റോഡ്സ് സിംബോളൈസ് ചെയ്യുന്നത്. ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ചോയ്സ് ബ്രിങ്. അപ്പം ഓരോ വേർഡുകൾ അല്ലെങ്കിൽ ഓരോ വാക്കുകൾ ഓരോ കാര്യത്തിനെ സിംബോളൈസ് ചെയ്യുന്നത്, അതിനെ പ്രതിനിധീകരിക്കുന്നതിനെയാണ് സിംബോളിസം എന്ന് പറയുന്നത്. അടുത്തത് ഇമാജിനറി. ഇമാജിനറി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കഥ അല്ലെങ്കിൽ ഒരു കവിത എന്തെങ്കിലും വായിക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ നമ്മളതൊരു ഇമാജിനറി ആയിട്ട് കാണുന്നതിനെയാണ് ഇമാജിനറി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ ഇമാജിനറി ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് പെയിൻറ്റ്സ് പിക്ചേഴ്സ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ് ആഫ്റ്റർ അപ്പീലിംഗ് ടു ദ സെൻസ്. ടൈപ്പ് ഓഫ് ഇമാജിനറി വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്, ടാക്റ്റിക്കൽ ഉണ്ട്, ഓൾഫാക്ടറി ഉണ്ട്, ഗസ്റ്റേറ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽസിൽ നമുക്ക് എന്താണ് സ്പാർക്ലിംഗ് ഡയമണ്ട് എന്നൊക്കെ നമുക്ക് ഇമാജിനറി വരും. സ്പാർക്ലിംഗ് ഡയമണ്ട്, തിളങ്ങുന്ന ഡയമണ്ട് എന്നൊക്കെ വരുമ്പം ആ ഒരു വേർഡ് വരുമ്പോൾ നമ്മൾ ഇമാജിനിൽ വരും അത്തരത്തിലുള്ളൊരു ഡയമണ്ട്. അതുപോലെ ഓഡിറ്ററി ആണെങ്കിൽ ഷ്രിൽ സൈറൻസ്, ടാക്റ്റിക്കൽ ആണെങ്കിൽ സ്ലിമീഡ് ക്രിയേച്ചർ, ഓൾഫാക്ടറി ആണെങ്കിൽ എന്താണ് സ്മെല്ലിനെയാണ്, വിഷ്വലും നമ്മൾ സൈറ്റിനെയാണ്, ഓഡിറ്ററി സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് ഇമാജിനറി നമുക്ക് വരുന്നു. ഷ്രിൽ സൈറൻ എന്ന് പറയുമ്പോൾ ആ സൈറൻ എങ്ങനെയുള്ളതാണ് നമുക്ക് മനസ്സിൽ വരും. ടാക്റ്റിക്കൽ ടച്ചിനെയാണ്. അത് വരുന്നത് സ്ലിമ്മി ക്രിയേച്ചർ. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് സ്മെൽ. റോട്ടൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഴുകിയ അല്ലെങ്കിൽ നിശ്ചയ ദുർഗന്ധമുള്ള എക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇമാജിനറി വരും നമ്മളെ മനസ്സിൽ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളത്. ഗ്ലസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലസ്റ്റേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ്, സോൾട്ടി, ബട്ടേർഡ് പോപ്കോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് ഈ 4 ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രൊണൗൺസിയേഷൻ കുറച്ച് പ്രശ്നമായതുകൊണ്ട് പറഞ്ഞുതരാനും അതുപോലെ എക്സാക്റ്റ് മീനിങ് പറഞ്ഞുതരാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.